Hi, good morning, dear children. Hope you are safe at home. Today, we have a new lesson before you. During the last class, we were dealing with the mountain and the squirrel, the great mountain and a small squirrel. And there was a life of harmony, ഒരു യോജിച്ച ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു പദ്യം ആയിരുന്നു നമ്മുടെ കഥാവിഷയം. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. നൗ വി മേ മൂവ് ടു എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. So this story, before we enter into the story, let me ask you a question. ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് യു മേ ഹാവ് യുവർ ഓൺ വീട്, നിങ്ങളുടെ യുവർ ഓൺ ഹൗസസ്, നിങ്ങളുടെ ഒരുവിധം എല്ലാവർക്കും സ്വന്തമായി വീടുണ്ടായിരിക്കും. ആൻഡ് ദർ ബി സം ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആൾസോ. ഏക്കർ അല്ലെങ്കിൽ സെന്റ്, 10 സെന്റ്, 20 സെന്റ്, 1 ഏക്കർ, 2 ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് വി കാൾ ഇറ്റ് അവേഴ്സ്. ആ ഭൂമി നമ്മുടേതാണ്. ഇസ്ന്റ് ഇറ്റ്? അങ്ങനെയല്ലേ നമ്മൾ പറയാം? ദറ്റ് ലാൻഡ് ഓർ ദറ്റ് ഹൗസ് ഓർ ദറ്റ് ട്രീ ഇൻ ദാറ്റ് ലാൻഡ്, ആ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ആ കൃഷിസ്ഥലത്തുള്ള എല്ലാം നമ്മുടേതാണെന്ന് we will claim, നമ്മൾ അവകാശപ്പെടും. And if somebody comes, for example, suppose you have a paddy field, ഒരു നെൽവയലുണ്ട്. ആ നെൽവയൽ നശിപ്പിക്കാൻ വേണ്ടി ഏതാനും ചില പക്ഷികൾ, പ്രാവുകൾ വരികയാണെങ്കിലോ, what we will do? Or suppose you have a jackfruit. You have a jackfruit and there is a jackfruit tree, and there is a very big and very sweety jackfruit on your tree. നമ്മുടെ ചക്ക, നല്ലൊരു ചക്ക, പ്ലാവിൽ നല്ലൊരു ചക്ക ഉണ്ട്, മൂത്ത ഭാഗമായിട്ട് പഴുത്തിട്ടുണ്ട്. And കുറച്ച് crows or other type of birds came and they began to eat it. How will you react? How will you react? Or how will we react? നമ്മൾ എങ്ങനെ പ്രതികരിക്കും അതിനോട്? നല്ല മനോഹരമായ, നല്ല സ്വീറ്റായ ചക്ക, ആ ചക്ക കൊത്തി തിന്നാൻ സ്ക്യൂറൽസ് ഓർ ക്രൗസ് ഓർ സം അതർ ടൈപ്പ് ബേർഡ്സ്, നമ്മൾ എന്ത് ചെയ്യും? അത് കണ്ടാൽ we will take a stone and throw against it. Because എന്തുകൊണ്ടാ? എന്നാൽ അടുത്ത അയലോക്കത്തെ പറമ്പിലെ വീട്ടിലെ പ്ലാവുമേൽ അല്ലെങ്കിൽ മാമ്പഴത്തുമേൽ ഒരു മാങ്ങ കൊത്താൻ കാക്ക വന്നാൽ നമ്മൾ അതിനെ ആട്ടി ഓടിക്കില്ലല്ലോ. വൈ ദിസ്? എന്തുകൊണ്ടായത്? ബിക്കോസ് ഇത് നമ്മുടേതാണ്. ദാറ്റ്സ് അവേഴ്സ്. ഹൗ? അവേഴ്സ്. So everyone is talented and has something to contribute to the society. Man is always in the company of animals. Birds, insects, and often share his thoughts, concerns, doubts, and frustrations with them. And let us read and enjoy a short story by Vaikam Muhammad Bashir. You may have heard Bepur Sultan. കോട്ടയത്തുള്ള വൈക്കത്ത് ജനിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ബെപ്പൂൽ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് കഥകൾ എഴുതിയ മനോഹരമായ കഥകൾ. പ്രേമലേഖനം, ജന്മദിനം, ഇന്റുപ്പാപ്പകർ ആനണ്ടാർന്നു, പാത്തുമ്മയുടെ ആട്, ആനവാരിയും പെൺകുരിശും, എ ലോട്ട് ഓഫ് മത്തിലുകൾ, സിനിമയ്ക്കായ these short stories, a lot of short stories have written by Vaikam Muhammad Bashir. And if you refer in our library, that almost ഞാൻ ഈ പറഞ്ഞ കഥകൾ ഏതാണ്ട് എല്ലാതും നമ്മുടെ സ്കൂൾ ലൈബ്രറിയിലുണ്ട്. And whenever you are free after the school is reopened, and some of them may have read, ചില ആളുകളൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും. പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ മനോഹരമായ കഥകൾ എഴുതിയ ഒരു മഹാനായ ഒരാളായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ആൻഡ് ഹിയർ ഞാൻ നേരത്തെ പറഞ്ഞ കഥയും ഇതുമായിട്ടൊരു ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ ഈ കഥകളും. The name of the title of this story is The Rightful Inheritors of the Earth. Rightful Inheritors of the Earth. നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം ഇനി നമ്മൾ ഈ കഥ വായിക്കുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനത് പറയുന്നില്ല, അതിലേക്ക് പോകുന്നില്ല. So what will we do? We will take a stone
and throw against the squirrel or against the crow or against other birds who comes to eat our mango, to eat our jackfruit. And here, let me please take page number 80 of your textbook. 80, page number 80. Have you taken? Open it. Page number 80. Then look at, when I became the owner of a tiny little piece of this wide earth, I felt very happy. I am very happy because I became the owner of earth. കുറച്ച് ഭൂമിയുടെ അവകാശി ഞാനായി. Of this earth, wide, വിശാലമായ ഭൂമിയിൽ ഒരൽപ്പം ഭൂമിയുടെ അവകാശി ഞാനായി. I felt very happy. That means he bought some land. It was a 2-acre plot. 2 ഏക്കർ സ്ഥലമായിരുന്നു. With coconut palms. And what was the coconut palms? That means a lot of coconut trees and an old house where could live. And in that 2 acres of land, there was a small house and coconut palms. Those were the days when the price of coconuts was going up. കുറെ കോക്കനട്ട് മരങ്ങൾ ഉണ്ടായിരുന്നു. And at that time, the price of coconut is going up. നമുക്ക് വിൽക്കാനുള്ള സാധനത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, suppose we have jackfruits and jackfruit is getting a lot of money. Suppose you have a lot of mango and mango's price is going up. വില കൂടുകയാണെങ്കിൽ we will be very happy. So here Vaikom Muhammad Bashir became happy because he bought 2 acres of land and a small house in that land. And coconut are going, the price of the coconut is going up. അല്ലെ, ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. So he was very happy and I was in high spirits at the thought of the palms laden with the coconuts. So these coconut trees were laden, loaded, full of. Laden means full of. If you want, you can write, underline ചെയ്തു വെക്കുക, എന്നിട്ട് പിന്നെ ഇതിന്റെ അർത്ഥം എഴുതിയാലും മതി. So laden means full of, നിറഞ്ഞിരിക്കുകയാണ് with the coconuts. So he was very happy. അദ്ദേഹം സന്തോഷവാനാകാൻ കാരണം because the price of the coconuts is going up. That is one of the reasons. And the second reason that he became the owner of a land. അല്ലെ, നമ്മളൊരു കുറച്ച് സ്ഥലം നമ്മൾ വാങ്ങി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു കൊച്ചു വീടുണ്ടാക്കി അതിലേക്ക് ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമ്പോൾ we will be very very happy because we are going to be the owner of a new house, or we are going to be the owner of a little plot. നമ്മളെ വീട്ടിൽ ഒരു കുറച്ച് സ്ഥലം നമ്മൾ സ്വന്തമായി വാങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പയും അമ്മയൊക്കെ വാങ്ങുമ്പോൾ we will be very happy, isn't it? And that's what happened in the case of Vaikom Muhammad Bashir also. But then came the trespassers. പക്ഷേ പിന്നെയല്ലേ സംഭവം, trespassers. Who is trespasser? അനധികൃതമായി കടന്നു വരുന്ന ആളുകളാണ് trespassers എന്ന് പറയാം. അതായത് അനുവാദമില്ലാതെ അകത്ത് കയറുന്ന ആളുകളാണ് trespassers. Then came trespassers. They did not care about the fence. ഒരു ഫെൻസ് ഒക്കെ ഉണ്ടായിരുന്നു, വേലി ഉണ്ടായിരുന്നു എൻ്റെ സ്ഥലത്തിന്. We had put up at the boundary, അതിർത്തിയിൽ. And moreover, they did not seem to be at all afraid of my watchdog Shan. There was a watchdog by name Shan. ആ watchdogനെ അവർ തീരെ ശ്രദ്ധിച്ചതേയില്ല. So who were the trespassers? Let us look. അവര് വേലി ഉണ്ടായിരുന്നു, they did not care it. They did not seem to be at all afraid of my watchdog. എൻ്റെ വാച്ച്ഡോഗിന് അവർക്ക് ഭയം തന്നെ ഇല്ലായിരുന്നു. They did not seem to care for anyone in this world. ഈ ലോകത്തിലെ ഒന്നിനെയും അവർക്ക് ഭയമില്ലായിരുന്നു. Not even the government. ഗവൺമെന്റിന്റെ നിയമങ്ങൾ പോലും അനുസരിക്കില്ല. Not even the government. Who was the trespassers? The first arrival were birds and butterflies. ഞാൻ വില കൊടുത്തു വാങ്ങിയ എൻ്റെ 2 ഏക്കർ ഭൂമിയിലേക്ക്, എൻ്റെ വീടിന്റെ പരിസരത്തുള്ള 2 ഏക്കർ ഭൂമിയിൽ, എൻ്റെ തെങ്ങിൻ തോപ്പിലേക്ക്. Who was the first trespassers without anybody's permission? ആരുടെ അനുവാദമില്ലാതെ ആര് വന്നു? The first arrivals were birds and butterflies. പക്ഷികളും butterflies, പൂമ്പാറ്റകളും. A wide variety of birds and so many butterflies. Came a lot of butterflies perched on the buffs. Buff means branch. You may underline buff, branches of trees. മരത്തിന്റെ ശിഖരങ്ങളിൽ ഇരുന്നു.
ആൻഡ് perched. Perched means sat. പക്ഷികൾ ഇങ്ങനെ പറന്നു വന്നിരിക്കുന്നതിനാണ് perched എന്ന് പറയാം കേട്ടോ. Perched on the buffs, the birds chirped on and on. They became chirped. ചിലക്ക എന്നൊക്കെ പറയാം, കിളികളുടെ ഒച്ചൊക്കെയാണ് ചിർപ്പ് എന്ന് പറയുന്നത്. They made a noise. The butterflies fluttered around the courtyard. മുറ്റത്തിന് ചുറ്റും ഇങ്ങനെ കോർട്ട്യാർഡ് അല്ലെ ബട്ടർഫ്ലൈസ് പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്ലാഷിംഗ് their colors in the sunlight. സൂര്യ ലൈറ്റ് സൺലൈറ്റ് during the sunlight flashed colors. ഫ്ലാഷ് ഇങ്ങനെ മിന്നിത്തിളങ്ങി. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങുക അല്ലെ. പൂമ്പാറ്റകളുടെ ആ ചിറകിന് ഒരു പല മൾട്ടി കളർ ആയിരിക്കുമല്ലോ, അതിങ്ങനെ ഫ്ലാഷ്. Then next in the sunlight. Then came the crows. ആദ്യം വന്നത് പക്ഷികളും ബട്ടർഫ്ലൈസുമായിരുന്നു. Then crows. Their raucous. What is raucous means? Raucous cawing was unbearable. കാക്കളുടെ ശബ്ദം കേട്ടില്ല നിങ്ങൾ? എന്ന് പറയുന്നത്. Yes, that is raucous, harsh. അല്ല, പരുഷമായ അല്ലെങ്കിൽ ഒരു കേൾക്കാൻ സുഖമില്ലാത്ത കാവിങ്. കാവിങ് മീൻസ് ക്രൈ ഓഫ് ക്രൗ. കാക്കയുടെ കരച്ചിലിനെയാണ് കോ എന്ന് പറയുന്നത്. വാസ് അൺബിയറബിൾ. ഇറ്റ് വാസ് നോട്ട് ബിയറബിൾ, സഹിക്കാൻ പറ്റാതെ. ദാൻ ദ റാക്കറ്റ് ഓഫ് അതർ ബേർഡ്സ്. മറ്റു പക്ഷികളുടെ ബഹളത്തേക്കാൾ. റാക്കറ്റ് മീൻസ് ലോട്ട് ഓഫ് നോയ്സ്, കോലാഹലം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ. യെസ്, ഷനൂസ് വേൾഡ്, എയ്ഡ്സ് ക്ലാസ് ഓഫ് 6th standard. ഓക്കെ, Shanu's, this is class for 6th standard. So they came crows. Their ragged crying was unbearable than the racket of other birds. Other birds. മറ്റു പക്ഷികളുടെ ബഹളത്തെക്കാൾ അസഹ്യമായിരുന്നു the cawing of crows. Caw. That's it was. നിങ്ങൾക്കും അറിയാം. It is also unbearable. But the worst was they missed no chance to swoop down our hens and chicks. ഇനി ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ. But okay, no problem, Shanuz. But the worst was that they missed no chance to swoop down on our hens and chicks. That was the problem. They swooped down. Soup എന്ന് പറഞ്ഞാൽ റാഞ്ചുക. നമ്മളെ SOUP സൂപ്പല്ല, അത് നമ്മൾ കുടിക്കണ സൂപ്പ്, ആട്ടിൻ സൂപ്പ്, കോഴിയുടെ സൂപ്പൊക്കെ ഉണ്ടാകില്ല, ആ സൂപ്പല്ല. അത് SWOOP. പാറി വന്ന് ടേക്ക് ചിക്കൻ എന്നല്ല, ചിക്സ് മീൻസ് ബേബി, ഹെൻ, കൊച്ചു കോഴിക്കുഞ്ഞുങ്ങൾ, ചിക്സ്. ആൻഡ് അവർ ഹെൻസ്, കാക്ക ഇവരെ റാഞ്ചുമായിരുന്നു. അതാണ് ഏറ്റവും വലിയ ദ വേഴ്സ്റ്റ് തിങ്, മോശം സംഗതി അതായിരുന്നു. Okay, Fida. Thank you. Fida is already in now. Next to arrive were hogs. I will send you the link tomorrow. No doubt that I am taking this class and I will save the class now. Okay. Next to arrive were hogs. പിന്നെ വന്നത് hogs ആയിരുന്നു, കഴുകന്മാർ. Birds that perched on our coconut palms. They came and sat on our coconut palms. However, while they sat in higher plains-ലാണ്, കാക്കകളെ പോലെ താഴോട്ട് വരുന്നില്ല, കഴുകന്മാർ കുറെ മുകളിലായിരിക്കാം. Their aims were just as low down in the dust. So what is their aim? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? Coming down to the dust. ഈ പൊടിമണ്ണിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങി വരുന്നതല്ലായിരുന്നു അവരുടെ ലക്ഷ്യവും. The hogs and crows had the same agenda. They had the same agenda. ഒരേ അജണ്ട തന്നെയായിരുന്നു, രണ്ടുപേർക്കും ഒരു അജണ്ട തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. While they watched and waited. അവരിങ്ങനെ നോക്കി വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ what was their aim? What was their agenda? എന്തായിരുന്നു? Soup the chicks, അല്ലെ, കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി തന്നെയായിരുന്നു. കഴുകന്മാരുടെയും പരുന്ത്, ഹോഗ്സ് എന്ന് പറഞ്ഞാൽ കഴുകൻ, പരുന്ത് ആ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ് കേട്ടോ. Their agenda means ലക്ഷ്യം, അവരുടെ aim. What was their aim? Both crows and hogs had the same agenda. What was the same agenda? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? To soup the hens, soup the chicks, കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും റാഞ്ചുക, അതായിരുന്നു അവരുടെ അജണ്ട. നെക്സ്റ്റ് പാരഗ്രാഫ്, നെക്സ്റ്റ് പേജ് നമ്പർ 81. Nor were they alone. അവർ മാത്രമല്ലായിരുന്നു. There were mongoose in the bamboo thicket. ബാംബു എന്ന മുള, മുളയുടെ ഇങ്ങനെ തിക്കായി നിൽക്കുന്ന മുളയുടെ ഇതിനകത്ത്
മംഗൂസ് ഉണ്ടായിരുന്നു. മംഗൂസസ്. വാട്ട് ഈസ് മംഗൂസസ്? ഹാവ് യു സീൻ മംഗൂസസ്? കീരി കണ്ടിട്ടില്ലേ? കീരി എന്ന് പറയുന്ന മലയാളത്തിൽ. ആൻഡ് ദർ ഫോക്സസ് ഇൻ ദ ഷ്രബ്സ്. കുറ്റിക്കാട്ടിൽ. ഷ്രബ് മീൻസ് കുറ്റിച്ചെടികൾക്കിടയിൽ. അതാണ് ഷ്രബ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. സോ ഇഫ് യു വാണ്ട് യു മേ റൈറ്റ് അണ്ടർലൈൻ കേട്ടോ. ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്യുക വാക്കുകൾ അറിയാത്തവ. ദെൻ യു ഷുഡ് റൈറ്റ് ദ മീനിങ്സ് ഓൾസോ. ഓക്കെ, ഷ്രബ്സ്. ക്ലോസ് ബൈ, തൊട്ടടുത്തായിട്ടുള്ള അതിൽ മംഗൂസ് ഉണ്ടായിരുന്നു. ദെൻ ഫോക്സസ് റെഡി ടു പൗൺസ് ഓൺ ദ ഹെൻസ്. ആൻഡ് വാട്ട് വാസ് ദെയർ അജണ്ട? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യവും അവരുടെ കണ്ണും നമ്മളുടെ കോഴികളെ തന്നെയായിരുന്നു. പൗൺസ് ഓൺ ദ ഹെൻസ്. ദെൻ there were rats. പിന്നെയോ പറയും വേണ്ട, എലികൾ. Rats of course were found everywhere. എപ്പെട്ടാ നോക്കിയാലും എലികളെ കൊണ്ടൊരു ശല്യം. So Vaikam Muhammad Bashir is so much difficult. He was in a very difficult, because first of all there were birds and butterflies. Then who came? Then there were hawks, അല്ലേ? Hogs and also crows. അവരുടെയൊക്കെ ലക്ഷ്യം കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു. Then in the bamboo racket, മാമുളങ്കാട്ടിൽ എന്തുണ്ടായിരുന്നു? There were mongooses, കീരികൾ ഉണ്ടായിരുന്നു. And foxes, കുറുക്കന്മാർ വരെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം റാറ്റ്സ്. കഴിഞ്ഞില്ല. ഇവരൊക്കെ ട്രസ്പാസേഴ്സ് ആണ്. ഇവിടേക്ക് അതിക്രമിച്ചു വന്ന ആളുകളാണ്. ആരൊക്കെയെന്നത്? ബിക്കോസ് ദ ലാൻഡ് ഇസ് മൈ. ഞാൻ വാങ്ങിയ 2 ഏക്കർ ഭൂമിയിലേക്കാണ് ഇവരുടെയൊക്കെ പാടശല്യം. Even as I wondered what right all these creatures had to be on my land. ഞാൻ വാങ്ങിയ 2 ഏക്കറയല്ലേ, ഇവർക്കൊക്കെ എന്റെ ഭൂമിയിൽ എന്താണ് അവകാശം? Then there arrived a fierce creature without paws or wings. Paws എന്ന് പറഞ്ഞാൽ ഈ പുലിയുടെയൊക്കെ നഖത്തിനാണ് സാധാരണ പാ എന്ന് പറയും കേട്ടോ. PAW. പാws ആൻഡ് വിങ്സ്. പാവ്സോ വിങ്സോ ഒന്നും ഇല്ലാത്ത, ചിറകുകളൊന്നും ഇല്ലാത്ത മറ്റൊരു ക്രീച്ചർ വന്നു. എ ഫിയേഴ്സ് ക്രീച്ചർ. അതാരായിരുന്നു? എ കോബ്ര. കിങ് കോബ്ര. കോബ്ര എന്ന് കേട്ടിട്ടില്ലേ? യെസ്, എ കോബ്ര. കോബ്ര മീൻസ് അറിയാലോ. വാട്ട്സ് ദ മീനിങ് ഓഫ് കോബ്ര? ഒരു വലിയ പാമ്പ്. കോബ്ര. ഇറ്റ് സ്റ്റുഡ് ബിഫോർ മീ ഡിഗ്നിഫൈഡ് മജസ്റ്റിക്. മൂപ്പര് വല്ല രാജാവൊക്കെ നിൽക്കണമായിരിക്കാം. ഡിഗ്നിഫൈഡ്, വളരെ ബഹുമാനത്തോടെ. ആൻഡ് മജസ്റ്റിക്, വലിയ മജസ്റ്റിക്കിന്റെ, അതായത് വലിയ ബഹുമാനം അല്ലെ, രാജാക്കന്മാരൊക്കെ നിൽക്കണം. ഇറ്റ്സ് ഹൂഡ് സ്പ്രെഡ് ഔട്ട്. ഹൂഡ് അണ്ടർലൈൻ. ഹൂഡ്, HOOD, ഹൂഡ്. അതിന്റെ പത്തി കണ്ടില്ലേ? ഒരു പാമ്പിന്റെ പത്തി ഇങ്ങനെ വിടർത്തിയിട്ട് അതിന്റെ ചിറകിന്റെ ഇവിടെ അങ്ങനെ വിടർത്തൂല. ദാറ്റ് ഇസ് പത്തി. ഹൂഡ് സ്പ്രെഡ് ഔട്ട്. ഇറ്റ് ഹിസ്ഡ് as if asking me what business I had on this land. ഹിസ്ഡ്, പാമ്പിന്റെ ഒരു ഊത്തുണ്ടല്ലോ, ഒരു ശബ്ദം, അതിനാണ് ഹിസ് എന്ന് അറിയുന്നത്. If you want you can underline. അറിയാത്താണെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം, എന്നിട്ട് എഴുതും വേണം കേട്ടോ. ഇറ്റ് ഹാഡ്, എന്നിട്ട് ആ ഹിസ് ഇതുപോലെ ആസ് ഇഫ് ആസ്കിങ് മീ, എന്നോട് ചോദിക്കുന്നത് പോലെ. എന്താ ചോദിക്കുന്നത്? വാട്ട് ബിസിനസ് ഐ ഹാഡ് ഓൺ ദിസ് ലാൻഡ്. നിങ്ങൾക്ക് എന്താ ഇവിടെ ഈ ഭൂമിയിൽ? ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ആൻഡ് വാട്ട് ബിസിനസ് യു ഹാവ് ഹിയർ. എന്നോട്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ 2 ഏക്കറിൽ ഭൂമിയാണ്. ഞാൻ കാശ് കൊടുത്ത 2 ഏക്കർ ഭൂമിയും ഒരു കൊച്ചു വീടുമാണ്. അതിലെ പാം ട്രീസും ഒക്കെ എന്റേതാണ്. പക്ഷേ കോബ്ര ചോദിക്കുകയാണ്, വാട്ട് ബിസിനസ് യു ഹാവ് ഹിയർ. ഡിഡ്ന്റ് ഇറ്റ് നോ ദാറ്റ് ഐ വാസ് ദ ന്യൂ ഓണർ. അതിനറിയില്ല തോന്നുന്നുണ്ട്. ഡിഡ്ന്റ് ഇറ്റ് നോ, അതിനറിയില്ലേ? ദാറ്റ് ഐ വാസ് ദ ന്യൂ ഓണർ, ഞാനിപ്പോ ഇത് കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന് അതിനറിയില്ലെന്ന് തോന്നുന്നു. യു ഹാഡ് ബെറ്റർ ലീവ് മൈ 2 ഏക്കർ ലാൻഡ് അറ്റ് വൺസ്, ഐ സെഡ്. ഞാൻ പറഞ്ഞു, യു ഹാഡ് ബെറ്റർ ലീവ്, നിനക്ക് ഇപ്പൊ നല്ലത് ഇവിടുന്ന് പോവുകയാണ്. ഐ സെഡ് ടു ദ കോബ്ര, ബട്ട് ദെൻ ഐ സെഡ്, ഞാൻ പറഞ്ഞു നിനക്കിപ്പോ ഇവിടുന്ന് പോവുകയാണ് നല്ലത്. ഐ സെഡ്, ബട്ട് ദെൻ വെർ കുഡ് ഇറ്റ് ഗോ. പക്ഷെ ഞാൻ ആലോചിച്ചു, അതെവിടെ പോകും? hadn't the whole earth been taken over by man bit by bit? അതല്ലേ സംഭവം? hadn't the whole earth, മുഴുവൻ ഭൂമിയും. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ അപ്പുറത്തെ ഭൂമി ആരുതാ? അത് നിങ്ങൾ അയലോക്കക്കാരൻ്റെത്. അതിനപ്പുറത്തതോ? അത് വേറെ അയലോക്കക്കാരൻ്റെത്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഇവിടുന്ന് ഈ കാക്കനെ ആട്ടി ഓടിച്ചു, കാക്ക അപ്പുറത്തെ ഭൂമിയിൽ പോയാൽ അവിടുന്ന് അവരും ആട്ടി ഓടിക്കും. ഐ തോട്ട്, പിന്നെ ബിറ്റ് എവിടെ പോകും? Where could it go? Hadn't the whole earth been taken over by man bit by bit? ഈ ഭൂമി മൊത്തം
കുറേശ്ശായിട്ട് ഓരോരുത്തർ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ. നിങ്ങളെ പരിസരത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരുടെ അല്ലാത്ത ഒരു പൊതുഭൂമി എവിടെയെങ്കിലും ഉണ്ടോ? ഒക്കെ ഓരോ മനുഷ്യന്മാർ കൈയടക്കി വെച്ചിരിക്കുക. എല്ലാരും ഈ കാക്കകളെയും പാമ്പിനെയും പരുന്തിനെയും ഒക്കെ ആട്ടി ഒട്ടിച്ച where could it go? That is the question. Okay, let us stop here. We will see you next day with the remaining part of the story. And before that, there are 5 questions are given there. Okay, you should write the question and answers. I will tell you the answers. You listen, then you write it in your notebook. What was the first question? Why did the author feel happy? എന്തുകൊണ്ടാ അദ്ദേഹം വളരെ സന്തുഷ്ടനായത്? Listen to the answer and write it in your notebook. Because the author was feel happy. The author felt very happy because he became the owner of 2-acre land and a house. അതാണ് ഇതിന്റെ ഉത്തരം. അദ്ദേഹം 2 ഏക്കർ ഭൂമിയുടെയും ഒരു വീടിന്റെയും ഉടമസ്ഥനായി. സോ ഹി ബിക്കെയിം ഹാപ്പി. ക്വസ്റ്റ്യൻ നമ്പർ 2. ബട്ട് ദെൻ കെയിം ട്രസ്പാസേഴ്സ്. പക്ഷേ പിന്നെ അല്ലേ ട്രസ്പാസേഴ്സ് വരാൻ തുടങ്ങി. ട്രസ്പാസേഴ്സ് അതിക്രമിച്ച് കടക്കുന്നവർ. ഹൂ വേർ ദ ട്രസ്പാസേഴ്സ്? ആരൊക്കെയാണ് അതിക്രമിച്ച് കടന്നത്? ദാറ്റ് യു നോ, ഞാൻ നേരത്തെ പറഞ്ഞു. ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ക്രൗസ്, ഹോഗ്സ്, മംഗൂസ്, ഫോക്സസ്, റാറ്റ്സ്. ഇനിയുണ്ട് കോബ്ര. മറ്റൊരെണ്ണം കൂടി ഉണ്ട്, ബാറ്റ്സ്. അടുത്ത പാരഗ്രാഫിൽ ബാറ്റ്, BATS, ബാറ്റ്സ്. അതിന് പറയുന്നുണ്ട്. നമുക്ക് ഉത്തരം എഴുതുമ്പോൾ അതും കൂടെ അതിൽ കൂട്ടി എഴുതിക്കൊള്ളുണ്ട്. ബാറ്റ്സ് മീൻസ് വവ്വാലുകൾ കണ്ടിട്ടില്ലേ? അതും കൂടെ അതിൽ എഴുതുക കേട്ടോ. എഴുതുമ്പോൾ ബാറ്റ്സും കൂടെ ഉത്തരത്തിൽ എഴുതുക. ദെൻ അത് ബാക്കി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. വൈ ഡിഡ് ദ ഓഥർ കോൾ ദ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ട്രസ്പാസേഴ്സ്? എന്താ അവരെ ട്രസ്പാസേഴ്സ് എന്ന് വിളിക്കുന്നത്? ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും അതിക്രമിച്ച് കടന്നവർ, അനുവാദമില്ലാതെ വന്നവർ എന്ന് വിളിക്കാൻ കാരണം എന്താ? ബിക്കോസ് they entered the compound without permission. There was a fence but they didn't care, and there was a watchdog but they didn't care. അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. They came to that land without permission. അതാണ് ഉത്തരം. They came to the land or they entered the compound without permission. So the author called the birds and butterflies trespassers. Question number 3. Then question number 4. Which words are used by the author to describe the cobra? കോബ്രയെ നമ്മൾ വിശദീകരിച്ചല്ലോ അവിടെ. എങ്ങനെയാ കോബ്ര എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയായിരുന്നു കോബ്രയുടെ പ്രത്യേകത? ഫിയേഴ്സ് ക്രീച്ചർ. എങ്ങനെയാണ് വിശദീകരിച്ചത്? ഫിയേഴ്സ് കോബ്ര അല്ലേ? പേജ് നമ്പർ 81 അതിന്റെ സെൻട്രൽ പാരഗ്രാഫിൽ കാണാം നമുക്ക്. എ ഫിയേഴ്സ് ക്രീച്ചർ വിത്തൗട്ട് paws and wings. Then dignified, majestic, hood, spread. ഇതൊക്കെ എന്താണ്? ഈ കോബ്രയുടെ, പാമ്പിന്റെ വിശേഷണങ്ങളാണ്. പാമ്പിനെ അങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്. സോ യു മേ റൈറ്റ് ഇറ്റ് വാസ് എ ഫിയേഴ്സ് creature without paws or wings, and it was dignified and majestic, അല്ലേ? and it spread its hood. അതിന്റെ പത്തി വിടർത്തി. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടു. Let us look one more question. But where could it go? അഞ്ചാമത്തെ question. Question number 5. Where could it go? അവറ്റ് എവിടെ പോകും? Why didn't cobra go to some other place? എന്തുകൊണ്ടാണ് കോബ്രക്ക് മറ്റു സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റാത്തത്? നിനക്ക് ഇവിടുന്ന് പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ചിന്തിക്കുക, വേർ കുഡ് ഇറ്റ് ഗോ? അവരെവിടേക്ക് പോകും? എന്താ അവർക്ക് പോകാൻ സ്ഥലമില്ലാത്തത്? അതാണ് ചോദ്യം. എവിടെ പോകുമെന്ന് പറയാൻ കാരണം എന്താ? വൈ ഡിഡിന്റ് ദ കോബ്ര ഗോ ടു സം അതർ പ്ലേസ്? മറ്റു സ്ഥലത്തേക്ക് കോബ്രക്ക് എന്തുകൊണ്ട് പോവാൻ കഴിയില്ല? എന്താ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന കാരണം? The author says that the whole earth was owned by human beings bit by bit. ഭൂമി മൊത്തം ഒരാളല്ലെങ്കിൽ മറ്റൊരാളായിട്ട് ഓൺഡ്, ഉടമസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് ബഷീർ ഇവിടെ നാട്ടിപ്പായിച്ചാൽ അപ്പുറത്ത് റഹീമിന്റെ വീടായിരിക്കും, റഹീമിന്റെ പ്ലോട്ട് ആയിരിക്കും. അതിനപ്പുറത്ത് രവീന്ദ്രന്റെ പ്ലോട്ട് ആയിരിക്കും. അതിനപ്പുറത്ത് ജാനുഅമ്മയുടെ പ്ലോട്ട് ആയിരിക്കും. സോ ദ കോബ്ര cannot go anywhere. കോബ്രക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ഭൂമി ഇല്ല. That was the problem. That means the whole earth was owned by human beings. എല്ലാതും മനുഷ്യരുടെ സ്ഥലമാണ്.
സോ കോബ്രക്ക് സ്ഥലമില്ല. കോബ്ര എന്നല്ല, ഒരു പക്ഷിക്കും ഒരു മൃഗങ്ങൾക്കും സ്ഥലമില്ല പോവാൻ. ബിക്കോസ് എവറി പ്ലോട്ട് ഈസ് ഓൺഡ് ബൈ. നൗ കം ബാക്ക് ടു ദ ടൈറ്റിൽ, ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്. ടൈറ്റിലിന്റെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന്. ഇൻഹെറിറ്റേഴ്സ്, അനന്തരാവകാശികൾ. ഇൻഹെറിറ്റേഴ്സ്, റൈറ്റ്ഫുൾ, ശരിയായ അവകാശികൾ. ഓഫ് ദ എർത്ത്, ഭൂമിയുടെ അവകാശികൾ. അതാണ് ഈ കഥയുടെ പേര്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? ഓക്കെ, ഭൂമിയുടെ അവകാശികൾ. അതാണ് അദ്ദേഹം എഴുതിയ ഈ പുസ്തകത്തിന്റെ പേര്. ഭൂമിയുടെ അവകാശികൾ എന്ന കൊച്ചു ചെറുകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഹാവ് എ നൈസ് ഡേ. സോ today's homework, listen to the homework. I told you while the class was taken, I told you to underline some of the words and write the meaning of those words. Then you write a question and answer in your notebook. So meanings and question and answers in your notebook. Take a picture and send it to me today itself. Today means I will send this class tomorrow. Okay, thank you. ഇന്നത്തെ ഒരാൾ ഇവിടെ ക്ലാസ്സിലുണ്ട്, അതുകൊണ്ട്. So on 17th December 2020. Okay, thank you. Have a nice day.